ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പരീക്ഷണം എന്ന പദം ധാരാളമായി നമ്മൾ കേൾക്കുന്നതും ഒരു വേള നമ്മൾ അനുഭവിക്കുന്നതുമാണ്. എന്നാൽ ആ വാക്ക് കേൾക്കുമ്പോൾ 2-3 മാനസികാവസ്ഥകൾ പൊതുവെ ആളുകൾക്കിടയിൽ രൂപപ്പെടാറുണ്ട്. അതിലൊന്ന്, ഏതെങ്കിലും നിലക്കുള്ള വിഭവങ്ങൾ ലഭിക്കാത്തവരാണ് പരീക്ഷിക്കപ്പെടുന്നവർ എന്ന ഒരു ധാരണയാണ് പൊതുവെ ആളുകൾക്കുള്ളത്. അതായത് എന്തെങ്കിലും കിട്ടാത്തവരാണ് പരീക്ഷിക്കപ്പെടുന്നവർ എന്നതാണ് പൊതുവെയുള്ള ഒരു ധാരണ. ഉദാഹരണമായി പറഞ്ഞാൽ, മറ്റുള്ളവർക്കും ഉള്ളതുപോലെ സമ്പത്ത് ഒരാൾക്ക് കിട്ടിയില്ല, അപ്പൊ അയാൾ വിചാരിക്കുന്നു ഞാൻ പരീക്ഷിക്കപ്പെടുകയാണ്. അല്ലെങ്കിൽ മക്കളുണ്ടായില്ല, അതല്ലെങ്കിൽ മറ്റുള്ളവർക്കുള്ളതുപോലെ ആരോഗ്യമില്ല, കണ്ണിന് പ്രശ്നമുണ്ട്, കാതിന് പ്രശ്നമുണ്ട്, മറ്റേതെങ്കിലും അവയവങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, പരിമിതികളുണ്ട്. അതല്ലെങ്കിൽ നന്നായി പഠിച്ചിട്ടും ഒരു ജോലിയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല, എനിക്ക് സമൂഹത്തിൽ വേണ്ടതുപോലെ സ്വാധീനമില്ല, എനിക്ക് അധികാരത്തിൽ പങ്കാളിത്തമില്ല. ഇങ്ങനെ കുറെ ഇല്ലായ്മകളുടെ പേരാണ് പരീക്ഷണം എന്നാണ് പൊതുവെ മനുഷ്യർക്കുള്ള ഒരു തോന്നൽ. എന്നാൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇതെല്ലാം ഇല്ലാതിരിക്കുന്നത് ഒരു പരീക്ഷണമാണ്, എന്നാൽ അതെല്ലാം ലഭിക്കുന്നുവെന്നതും മറ്റൊരു പരീക്ഷണമാണ്. രണ്ടും പരീക്ഷണമാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ഉള്ളവന് ഉള്ളതുകൊണ്ട് പരീക്ഷണം നിർവഹിക്കപ്പെടും, ഇല്ലാത്തവന് ഇല്ലാത്തത് കൊണ്ടും പരീക്ഷിക്കപ്പെടും. രണ്ടു കൂട്ടരും പരീക്ഷിക്കപ്പെടുകയാണ് എന്ന ബോധമാണ് യഥാർത്ഥ വിശ്വാസികൾക്ക് ഉണ്ടാകേണ്ടത്. ഞാൻ ഓതി വെച്ച ആയത്ത് നോക്കൂ, നിങ്ങൾ വ്യക്തമായി വിശുദ്ധ ഖുർആൻ പറയുകയാണ്, വനബ്ലൂക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന. നിശ്ചയമായും നിങ്ങളെ നാം പരീക്ഷിക്കുന്നു. എന്തുകൊണ്ട്? ബിശ്ശർരി വൽ ഖൈരി ഫിത്ന, ശർറ് കൊണ്ടും ഖൈറ് കൊണ്ടും. അത് രണ്ടും നിങ്ങൾക്ക് പരീക്ഷണമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അനുഗ്രഹങ്ങൾ, വിഭവങ്ങൾ ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് പരീക്ഷണത്തിനുള്ളതാണ്. അതേതെങ്കിലും തടയപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് മുഖേനയും നിങ്ങൾ പരീക്ഷിക്കപ്പെടുകയാണ്. വഇലൈനാ തുർജഊൻ, നിങ്ങളെല്ലാവരും എന്നിലേക്കാണ് മടക്കപ്പെടുകയും ചെയ്യുന്നത് എന്നാണ് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബ്തലീകും ബിസിദ്ദത്തി വറഹാ, നിശ്ചയമായും നിങ്ങളെ പരീക്ഷിക്കപ്പെടും. എങ്ങനെയൊക്കെ? ബിസിദ്ദത്തി വറഹാ, കഷ്ടപ്പാടുകൾ കൊണ്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ സമ്പന്നത നൽകി അതുപോലെ ആഡംബരം കൊണ്ടും നിങ്ങളെ പരീക്ഷിക്കപ്പെടും. വസ്സിഹ്ഹതി വസ്സഖം, അതുപോലെ തന്നെ നിങ്ങളുടെ ആരോഗ്യം കൊണ്ട് പരീക്ഷിക്കപ്പെടും, രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെടും. അപ്പൊ ആരോഗ്യവും പരീക്ഷണമാണ്, രോഗവും പരീക്ഷണമാണ്. വൽ ഗിന വൽ ഫഖർ, ഐശ്വര്യം കൊണ്ട് പരീക്ഷിക്കപ്പെടും, ഫഖർ കൊണ്ട്, ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കപ്പെടും. അപ്പൊ പണം കിട്ടി എന്നത് പരീക്ഷണമാണ്, പണം ഇല്ല എന്നതും പരീക്ഷണമാണ്. വൽ ഹലാലി വൽ ഹറാം, ഹലാൽ കൊണ്ടും ഹറാം കൊണ്ടും പരീക്ഷിക്കപ്പെടും. വത്താഅതി വൽ മഅസിയ, അനുസരണം കൊണ്ടും അനുസരണക്കേട് കൊണ്ടും നിങ്ങളെ പരീക്ഷിക്കപ്പെടും. വൽ ഹുദാ വൽ ളലാല, മാർഗദർശനം കൊണ്ടും വഴികേട് കൊണ്ടും നിങ്ങളെ പരീക്ഷിക്കപ്പെടും. അപ്പോൾ ആ ധാരണ നമ്മൾ മാറ്റണം. എന്ത്? എനിക്ക് എന്തെങ്കിലും കിട്ടാത്തതിന്റെ പേരാണ് പരീക്ഷണം എന്നതല്ല, കിട്ടാത്തതും പരീക്ഷണമാണ്. ഒരാൾക്ക് ഒരു മകൻ ഉണ്ടായില്ല, കുട്ടി ഉണ്ടായില്ല, ആ സന്താനം ഉണ്ടാകാത്തത് കൊണ്ട് അയാൾ എന്തു ചെയ്യുന്നു എന്നതാണ് അവിടെയുള്ള പരീക്ഷണം. അതിന് തെറ്റായ വഴികൾ സ്വീകരിക്കുന്നുണ്ടോ? അയാൾ ക്ഷമിക്കുന്നുണ്ടോ? എന്താണ് അദ്ദേഹം അതിനോട് പ്രതികരിക്കുന്നത്? ഇത് തന്നെയാണ് അദ്ദേഹത്തിനുള്ള പരീക്ഷണം. എന്നാൽ മക്കളെ കൊടുത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് അതിലും വലിയ പരീക്ഷണമാണ്. ആ മക്കളോട് അദ്ദേഹം നീതി പുലർത്തിയോ, ഉത്തരവാദിത്വം പുലർത്തിയോ, അവരോടുള്ള അമാനത്ത് പുലർത്തിയോ, അവരെ രക്ഷിതാവോ എന്ന നിലക്ക് അവരെ പരിരക്ഷിച്ചോ, അവർക്ക് ഭക്ഷണം കൊടുത്തോ, അവർക്ക് വെള്ളം കൊടുത്തോ, അവർക്ക് ആ എല്ലാ നിലക്കുള്ള സൗകര്യങ്ങളും ഒരു പിതാവ് എന്ന നിലക്ക് ചെയ്തു കൊടുത്തോ? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളാണ് അവിടെ ഉയരുന്നത്. അപ്പോ കുട്ടി ഉണ്ടായി എന്നതും അത് തടയപ്പെട്ടു എന്നതും പരീക്ഷണമാണ്. അപ്പൊ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പരീക്ഷണം എന്ന് കേൾക്കുമ്പോഴേക്ക്
എന്തൊക്കെയോ നമുക്ക് കുറവുകളുണ്ട്. അതാണ് നമ്മളെ പരീക്ഷണം എന്ന് മാത്രമല്ല, കിട്ടിയതും പരീക്ഷണമാണ് എന്ന ബോധം നമുക്കുണ്ടാകണം. രണ്ടാമത് ആളുകളുടെ മനസ്സിൽ വരാറുള്ള ഒരു ചിന്ത എന്താന്ന് ചോദിച്ചാൽ, എന്തെങ്കിലും ഒരു കുരുത്തക്കേട് കാണിച്ചവനാണ് ഈ പരീക്ഷിക്കപ്പെടുന്നത്. അതായത് പാപികളാണ് പരീക്ഷിക്കപ്പെടുന്നത്. അവനെന്തോ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. മറ്റു ചില വിശ്വാസത്തിലുള്ള ആളുകൾ പറയുന്നത് കഴിഞ്ഞ ജന്മത്തിൽ എന്തോ വേണ്ടാത്ത ചെയ്തിട്ടുണ്ട്, അതിന്റെ ഇടങ്ങാറാണ് ഈ അനുഭവിക്കുന്നത്. അല്ലെങ്കിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്നത്. ആ ബോധം പലർക്കും പല അളവിലുണ്ട്. അതുകൊണ്ടാണ് പല പ്രയാസങ്ങളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വന്ന പരമാവധി മൂടി വെക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. കാരണം എനിക്ക് അങ്ങനെ ഒന്നുണ്ട് എന്ന് ജനങ്ങൾ അറിഞ്ഞാൽ അതൊരു മോശമല്ലേ എന്ന നിലക്കൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അതൊക്കെ വരുന്ന ചിന്ത ഈ ഒരു ചിന്താഗതിയിൽ നിന്ന്, അഥവാ പരീക്ഷിക്കപ്പെടുന്നു എന്നത് കുറ്റം ചെയ്തവരാണ്, പാപികളാണ് എന്ന ഒരു ധാരണയും സമൂഹത്തിൽ നിലവിലുണ്ട്. എന്നാൽ അതും നമ്മൾ പൊളിച്ചെഴുതേണ്ടതുണ്ട്. എന്താണ് ഇസ്ലാമിക പ്രമാണങ്ങൾ പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, അയ്യുന്നാസി അശദ്ദു ബലാഅൻ, ആരാണ് പ്രവാചകരെ പരീക്ഷിക്കപ്പെടുക എന്നല്ല അവിടെ ചോദിച്ചത്. ആരാണ് പ്രവാചകരെ ഏറ്റവും നന്നായി പരീക്ഷിക്കപ്പെടുക എന്നാണ്. പരീക്ഷണത്തിന്റെ കാഠിന്യം ഏറ്റവും കൂടുതൽ ആർക്കാണ് ഉണ്ടാവുക എന്നാണ് ചോദ്യം. ആരാവരെന്ന് മറുപടി പറഞ്ഞു, അൽ അംബിയാ, പ്രവാചകന്മാരാണ്, അമ്പിയാക്കൾക്കാണ് ഏറ്റവും കൂടുതൽ പരീക്ഷണം ഉണ്ടാവുക. അവർ കൊള്ളരുതാത്തവരായിരുന്നില്ലല്ലോ, അവർ കുറ്റങ്ങൾ ചെയ്തവരായിരുന്നില്ലല്ലോ. പക്ഷെ അവരെ പറ്റിയാണ് ആദ്യം പറഞ്ഞത്. പിന്നെയോ തുമ്മല്ലംസൽ, പിന്നീട് അതിന് താഴെയുള്ളവർ, പിന്നെ ഫല്ലംസൽ, പിന്നീട് അതിന് താഴെയുള്ളവർ. അങ്ങനെ ആദ്യം പ്രവാചകന്മാരാണ് ഏറ്റവും വലിയ പരീക്ഷണത്തിന് വിധേയമാവുക. നമുക്കറിയാം, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള അമ്പിയാക്കൾ അനുഭവിച്ച ത്യാഗത്തിന്റെ, പ്രയാസത്തിന്റെ, ബുദ്ധിമുട്ടിന്റെ, തീപ്പാറുന്ന കഥകൾ നമുക്ക്, ത്യാഗത്തിന്റെ കഥകൾ നമുക്ക് ഇസ്ലാമിക ചരിത്രത്തിൽ വേണ്ടുവോളം വായിക്കാൻ കഴിയുന്നതാണ്. അവരാരും പ്രയാസം അനുഭവിക്കാതെ അല്ല പോയിട്ടുള്ളത്. പിന്നെയോ അതിനുശേഷം വന്ന സ്വഹാബാക്കള്, താബീങ്ങള്, അങ്ങനെ വിശ്വാസികൾ ഓരോരുത്തരുടെ ദർജ ഇങ്ങനെ കുറച്ചു കൊണ്ടിരിക്കണം. അപ്പൊ കൂടും തോറും അവർക്ക് എന്ത് ചെയ്യും? അവർക്ക് പ്രയാസങ്ങൾ വർദ്ധിക്കും, പരീക്ഷണങ്ങൾ വർദ്ധിക്കും എന്ന് തന്നെയാണ്. എന്നിട്ട് ബാക്കി പറയണ നോക്കി നിങ്ങൾ, ഫയുബ്തലർ റജുൽ, ഒരു മനുഷ്യൻ പരീക്ഷിക്കപ്പെടും. എങ്ങനെ? അലാ ഹസബി ദീനിഹി, അവന്റെ ദീനിന്റെ കണക്കനുസരിച്ചുകൊണ്ട്. ദീനീ ബോധം എത്രത്തോളം അവന് വർദ്ധിക്കുന്നുവോ അതിനനുസരിച്ച് അവന്റെ പരീക്ഷണങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ഫഇൻ കാന ദീനുഹു സുൽബൻ ഇസ്തദ്ദ ബലാഉഹു, എന്നാൽ ഒരു മനുഷ്യന് വഇൻ കാന ഫീ ദീനിഹി റിഖത്തുൻ ഉബ്തുലി അലാ ഹസബി ദീനിഹി, ഒരാൾക്ക് ദീനിന്റെ അവസ്ഥ വർദ്ധിക്കുന്നതിനനുസരിച്ച് അയാൾക്ക് പരീക്ഷണം വർദ്ധിച്ചുകൊണ്ടിരിക്കും. എന്നാൽ അയാളുടെ ദീനീ ബോധം കുറയുന്നതിനനുസരിച്ച് അയാളുടെ പരീക്ഷണം കുറഞ്ഞുകൊണ്ടുവരികയും ചെയ്യുമെന്നാണ് നമ്മുടെ ധാരണ. എന്താ? അത് ദീനീ ബോധം കൂടുന്നതിനനുസരിച്ച് എനിക്കൊരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല എന്നാണ് ധാരണ, അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് എന്ന്. അങ്ങനെയല്ല. പരീക്ഷണത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കുറച്ച് ഈമാൻ വർദ്ധിക്കുന്നതിനനുസരിച്ച് പരീക്ഷണം കട്ടിക്കൂടിക്കൊണ്ടിരിക്കുമെന്നാണ്. അപ്പൊ ആ രീതിയാണ് ഇസ്ലാമിക അധ്യാപനങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രോഗസമയത്തുണ്ടായ വേദനയെ കുറിച്ച് ആയിഷ ബീവി പറയുന്നത് നോക്കൂ നിങ്ങൾ. ആയിഷ റളിയല്ലാഹു അൻഹാ ഖാലത് മാ റഅയ്തു അഹദൻ അശദ്ദൻ അലൈഹി വജ്ഹു മിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ വേദന അനുഭവിച്ച ആരെയും ഞാൻ കണ്ടിട്ടില്ല എന്നാണ്. രോഗസമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ച അത്ര വേദന അനുഭവിച്ച വേറൊരാളെ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേദന ഉണ്ടായിട്ടുണ്ട്, കഠിനമായ വേദന ഉണ്ടായിട്ടുണ്ട്, മരണവേദന ഉണ്ടായിട്ടുണ്ട്, മറ്റു അസുഖങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ പ്രവാചകൻ ഉണ്ടായിട്ടുണ്ട്. മാത്രവും ഇപ്പൊ നമ്മളപ്പോ രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ പ്രയാസമോ വരുമ്പോഴേക്ക് അത് നമ്മൾ ചെയ്ത പ്രയാസം കൊണ്ടാണെന്ന് വിചാരിക്കേണ്ടതില്ല. പരീക്ഷണം എന്ന് പറയുന്നത് അതില്ലാത്തവർക്കും വരാം. എന്നാൽ ഇവിടെ എന്തെങ്കിലും കുരുത്തക്കേടും പ്രയാസം ഉണ്ടാക്കുന്ന ആളുകൾക്ക് ആ നിലക്ക് ദുനിയാവിലും പരലോകത്തും ശിക്ഷ വേറെ ഉണ്ട് എന്നുള്ളത് വേറെ അധ്യാപനമുണ്ട്, അത് വേറെ കാര്യമാണ്. പക്ഷെ പരീക്ഷണത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഇവിടെ നല്ല ആളുകൾക്കും ചീത്ത ആളുകൾക്കും ഏറ്റവും നല്ല ആളുകൾക്ക് തന്നെയാണ് കൂടുതൽ പരീക്ഷണം ഉണ്ടാവുക. അപ്പൊ ആ മനോഭാവവും നമ്മൾ എന്ത് ചെയ്യണം? മാറ്റേണ്ടതുണ്ട്. മൂന്നാമതൊരു മനോഭാവം എന്താണെന്ന് ചോദിച്ചാൽ, പരീക്ഷണം എന്ന് പറയുന്നത് എന്നെ ഇടങ്ങാറാക്കാനാണ്, എന്നെ പ്രയാസപ്പെടുത്താൻ. എന്തിനാ പഠിച്ചവനെ എന്നെങ്ങനെ പരീക്ഷിക്കുന്നത്? അല്ലേ? ആളുകളെ ചോദിച്ചു പോകാറുണ്ട്, എന്തിനാണ് എന്നെങ്ങനെ ഇടങ്ങാറാക്കുന്നത്? ഒരാൾ ഒരു രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന മനുഷ്യനാണെങ്കിൽ എന്താ പഠിച്ചവരെ ഞാൻ ചെയ്ത കുറ്റം, എന്തിനാ എന്നെങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? അല്ലെങ്കിൽ സാമ്പത്തികമായ ഒരു പ്രതിസന്ധിയിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ എന്ത് കുറ്റാണ് ചെയ്തത്, എന്തിനാ എന്നെങ്ങനെ ഇടങ്ങാറാക്കുന്നത്? അത് ഇടങ്ങാറാക്കുന്നത് എന്തിനാന്നാണ് സ്വാഭാവികമായും പരീക്ഷണങ്ങൾ വരുമ്പോൾ മനുഷ്യന്റെ മനസ്സിൽ നിന്ന് വരാറുള്ള ചോദ്യം.
എന്നാൽ ഇവിടെ നേരെ തിരിച്ചാണ് ഇസ്ലാമിന്റെ അധ്യാപനം. ആർക്കെങ്കിലും അള്ളാഹു ഒരു നന്മ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവനെ പരീക്ഷിക്കപ്പെടുന്നു. പരീക്ഷണം എന്ന് പറയുന്നത് എടങ്ങേറിന്റെ അവസ്ഥയല്ല, നന്മ അള്ള ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ പരീക്ഷിക്കപ്പെടുമെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, ഇദാ അറാദല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചാൽ ബിഅബ്ദിഹി അൽ ഖൈർ, ഒരു ഖൈർ അവന്റെ അടിമക്ക് ഉദ്ദേശിച്ചാൽ, ഒരു നന്മ ഉദ്ദേശിച്ചാൽ, അജ്ജല ലഹുൽ ഉഖൂബത ഫിദ് ദുനിയാ, ദുനിയാവിൽ അവന് ഒരു പ്രയാസം അള്ളാഹു വരുത്തുക തന്നെ ചെയ്യും. അള്ളാഹ് എന്തേലും ഒന്ന് നൽകണം വിചാരിച്ചാൽ, എന്തേലും ഖൈർ നൽകണം എന്ന് കരുതിയാൽ അവന് ദുനിയാവിൽ അള്ളാഹു ഒരു പ്രയാസം, ഒരു ബുദ്ധിമുട്ട് അവൻ ഉണ്ടാക്കുക തന്നെ ചെയ്യും. എന്നാൽ അള്ളാഹു ഏതെങ്കിലും ഒരടിമക്ക് ഉദ്ദേശിച്ചാൽ ഒരു ശർറാണ് ഉദ്ദേശിച്ചതെങ്കിൽ എന്താ പറഞ്ഞത്? അവനിൽ നിന്ന് അവന്റെ പാപങ്ങളിൽ പ്രയാസങ്ങളെയൊക്കെ അള്ളാഹു പിടിച്ചു വെക്കും. ഏതുവരെ? ഖിയാമത്ത് നാളിൽ അതിന്റെ ശിക്ഷ അവന് പൂർണ്ണമായി കൊടുക്കാൻ വേണ്ടി ഇവിടുന്ന് തൽക്കാലം മാറ്റി വെക്കും. അതായത് എന്തെങ്കിലും ഒരു ഷർറാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവന് വലിയ പരീക്ഷണമൊന്നും ഉണ്ടാവില്ല. അവനങ്ങനെ കടപ്പ കഴിഞ്ഞു പോവും. അവന് തോന്നും ഞാൻ ഭയങ്കര ഐശ്വര്യത്തിലാണ്, എന്റെ ജോലി ശരിയായി, എന്റെ പ്രയാസങ്ങളൊക്കെ മാറി കിട്ടി, എനിക്ക് വീട് വെക്കാൻ പറ്റി ഒക്കെ. പക്ഷെ എല്ലാ ഹറാമും ചെയ്യുന്നുണ്ടാവും. ചില ആളുകള്, വിശ്വാസികളായ ആളുകൾ വരെ ധാരണ ഇല്ലാത്തവര് പറയുന്നത്, ഞാൻ 5 വക്ത് നിസ്കരിക്കുന്നുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്, ജുമാക്ക് പോകുന്നുണ്ട്, ഒരു ഹറാമ് ഞാൻ ചെയ്യലില്ല, എന്നിട്ട് ഞാൻ ഈ പട്ടിണി പരിവട്ടമായിട്ട് ജീവിക്കുകയാണ്. എന്നാൽ എന്റെ അയൽവക്കത്തുള്ള അല്ലെങ്കിൽ എനിക്ക് പരിചയമുള്ള ഇന്ന ആളാകട്ടെ എല്ലാ ഹറാമും ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ അയാളുടെ സമ്പത്തിന്റെ വലിയൊരു ഭാഗം പലിശയാണ്, പക്ഷെ അയാൾ വളരെ ഗംഭീരമായിട്ട് ജീവിക്കുന്നു എന്നൊക്കെ പലരും പറയാറുണ്ട്. പക്ഷെ അള്ളാഹുവിന്റെ റസൂൽ പറയണത്, ഒരാൾക്ക് ഷർറാണ് അള്ളാഹു ആത്യന്തികമായി ഉദ്ദേശിക്കുന്നതെങ്കിൽ അവന്റെ പാപങ്ങളൊക്കെ അള്ളാഹു അവിടെ പിടിച്ചു വെക്കും. അതിനപ്പം പെട്ടെന്ന് അതിന് ശിക്ഷയും കാര്യങ്ങളും പ്രയാസമൊന്നും കൊടുക്കൂല. അതൊക്കെ ഖിയാമത്ത് നാൾക്ക് വെക്കുകയാണ്, എല്ലാതും കൊടുക്കാൻ വേണ്ടി. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഷെയ്ഖ് സ്വാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ് പറഞ്ഞ, അതിന്റെ വിശദീകരണമായി പറഞ്ഞ ഒരു ആശയത്തിന്റെ സത്ത കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. അദ്ദേഹം പറഞ്ഞതിന്റെ സത്ത ഇങ്ങനെയാണ്: അവിശ്വാസികൾക്ക് അള്ളാഹു നൽകിയത് കണ്ട് നീ വഞ്ചിതനാകരുത്. തീർച്ചയായും അത് അവരെ പടിപടിയായി പിടികൂടുന്നതാകുന്നു. അതുപോലെ തന്നെ മുസ്ലിമീങ്ങൾക്ക് ബാധിക്കുന്ന വിപത്തിൽ നീ അതിരി കടന്നൊരിക്കലും വ്യസനിക്കരുത്. തീർച്ചയായും അത് അവരുടെ പാപങ്ങളിൽ നിന്ന് അവർക്കുള്ള രക്ഷയും ശുദ്ധീകരണവുമാകുന്നു. അള്ളാഹു ഒരടിമയെ ഇഷ്ടപ്പെട്ടാൽ ദുനിയാവിലെ ശിക്ഷയെ അവന് വേഗത്തിലാക്കും. നോക്ക് നിങ്ങൾ, അതായത് ആർക്കെങ്കിലും ഈ വലാലത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഐശ്വര്യം കിട്ടി വിചാരിച്ച് നിങ്ങൾ അതിൽ എന്ത് ചെയ്യണ്ട, അതിൽ വല്ലാതെ പ്രയാസപ്പെടാൻ പോകേണ്ടതില്ല. അവൻ അതിൽ വഞ്ചിതരാകേണ്ടതില്ല. അവനൊക്കെ എന്ത് ചെയ്യും, അതിന്റെ കണക്കറിഞ്ഞ് അവസാനം കൊടുക്കും. മുസ്ലിമീങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം വന്നാൽ അതിൽ അമിതമായി വ്യസനിക്കേണ്ടതില്ല. കാരണം അത് അവർക്കുള്ള രക്ഷയും ശുദ്ധീകരണത്തിന്റെയും ഭാഗമാകുന്നു. ദുനിയാവിലെ ശിക്ഷയെ അവന് വേഗത്തിലാക്കുന്നേ ഉള്ളൂ ഒരടിമയെ അള്ളാഹു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്നാണ്. അപ്പൊ ഇതും നമ്മൾ ചേർത്ത് മനസ്സിലാക്കണം. മറ്റൊരിക്കൽ റസൂലുള്ളാഹി പറഞ്ഞു, ആർക്കെങ്കിലും നന്മ വരണമെന്ന് അള്ളാഹു ഉദ്ദേശിച്ചാൽ അയാളെ അള്ളാഹു പരീക്ഷിക്കുന്നതാണ്. ഒരാൾക്ക് നന്മ കൊടുക്കണം എന്ന് വിചാരിച്ചാൽ അവനെ അള്ളാഹു പരീക്ഷിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ അബ്ദ ഇദാ സബഖത് ലഹു മിനല്ലാഹി മൻസിലത്തുൻ ലം യബ്ലുഗ്ഹാ ബിഅമലിഹി ഇബ്തലാഹു അല്ലാഹു ഫീ ജസദിഹി ഔ ഫീ മാലിഹി ഔ ഫീ വലദിഹി. അള്ളാഹുവിന്റെ അടുത്ത് ഓരോ അടിമക്കും ഓരോ സ്ഥാനം നിർണയിച്ചിട്ടുണ്ട്. ശരിക്കും പഠിക്കേണ്ട ഹദീസാണ്. അതായത് അള്ളാഹു നമ്മളെ ഏത് സ്ഥാനത്ത് വെക്കണം എന്ന് അള്ളാഹ് തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളെ സ്ഥാനം വളരെ ഉയരത്തിലായിരിക്കും ചിലപ്പോൾ അള്ളാഹുവിന്റെ അടുക്കലുള്ളത്. എന്നാൽ അത് അവന്റെ പ്രവർത്തനം മുഖേന എത്തിപ്പിടിക്കാൻ അവന് സാധ്യമാവുകയില്ല. അവന്റെ നിസ്കാരം കൊണ്ടും നോമ്പ് കൊണ്ടും ഹജ്ജ് കൊണ്ടും കർമ്മങ്ങൾ കൊണ്ടും ആ ഒരു അള്ളാഹ് ഉദ്ദേശിച്ച ദർജയിലേക്ക് അവനോട് എത്താൻ കഴിയില്ല. അപ്പൊ അള്ളാഹു തീരുമാനിച്ച ആ സ്ഥാനത്തേക്ക്, ആ ദർജയിലേക്ക് അവനെ ഉയർത്തുന്നതുവരെ ശരിക്കും ശ്രദ്ധിക്കണം, ഉയർത്തുന്നതുവരെ അള്ളാഹുവിനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുക. എവിടെയൊക്കെ? ഫീ ജസദിഹി, അവന്റെ ശരീരത്തിൽ, ഔ ഫീ മാലിഹി, അവന്റെ സമ്പത്തിന്റെ കാര്യത്തിൽ, ഔ ഫീ വലദിഹി, അവന്റെ കുട്ടികളുടെ കാര്യത്തിൽ ഒക്കെ അള്ളാഹു ഓരോ പരീക്ഷണങ്ങൾ ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കും. അതിൽ അവൻ ക്ഷമ അവലംബിക്കുന്നതോടുകൂടി അള്ളാഹ് ഉദ്ദേശിച്ച ദർജയിലേക്ക് അത് മുഖേന അവനെത്തും. നിസ്കാരം കൊണ്ട് നോമ്പ് കൊണ്ട് എത്തുന്നില്ല,
അപ്പൊ എന്ത് ചെയ്യണം? അവനെ കുറച്ച് പ്രയാസപ്പെടുത്തി നോക്കും പഠിച്ചോ. ആ പ്രയാസത്തിൽ അവൻ ക്ഷമിക്കുന്നതോടുകൂടി അവൻ അള്ളാഹു ഉദ്ദേശിച്ച ദറജയിലേക്ക് ചെയ്യും, അള്ളാഹു അങ്ങ് കയറ്റി വെച്ചു കൊടുക്കും. ഇത്രയും കാരണങ്ങളാലാണ് ഇസ്ലാമിക അധ്യാപനങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് പണ്ഡിതന്മാർക്കിടയിൽ പൊതുവെ പറയപ്പെടുന്ന ഒരു വാക്കുണ്ട്, അൽ ബലായ ഗുലാഫുൽ അതായ. എന്താ ഇതിന്റെ അർത്ഥം? സമ്മാനങ്ങളുടെ പൊതിയാണ് പരീക്ഷണങ്ങൾ. സമ്മാനങ്ങളുടെ പൊതിയാകുന്നു പരീക്ഷണങ്ങൾ. അതുപോലെ തന്നെ മറ്റൊരു വാക്ക് അൽ മിഹൻ യഅതി ബിൽ മിൻഹ്. പരീക്ഷണങ്ങൾ സമ്മാനങ്ങളാണ് കൊണ്ടുവരിക. നമ്മളൊരു കുട്ടിക്ക് അതിൻ്റെ ഉള്ളിൽ നല്ലൊരു സമ്മാനം പൊതിഞ്ഞിട്ട് ആ ഒരു നല്ലൊരു പൊതി കയ്യിൽ കൊടുത്തു. അതങ്ങനെ പൊളിക്കാൻ നോക്കുകയാണ്, പക്ഷെ പൊളിക്കാൻ കിട്ടണില്ല. ആ പൊളിക്കാൻ കിട്ടാത്തതിലുള്ള ആ വിഷമമല്ല, അത് പൊളിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും പൊളിച്ച അതിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും? ഒരു സമ്മാനം ഉണ്ടാവും. മനസ്സിലായിട്ടുണ്ടോ? അതാണ് എന്ത് പറഞ്ഞത്? സമ്മാനങ്ങളുടെ പൊതിയാകുന്നു പരീക്ഷണം. അവർ പരീക്ഷണം നമ്മുടെ ജീവിതത്തിൽ വന്ന വേഗം ആലോചിക്കും. ഒരു വിശ്വാസി ആലോചിക്കേണ്ടത്, ഇൻഷാ അല്ലാഹ് എനിക്ക് പടച്ചോ എന്തോന്ന് തരാൻ വിചാരിച്ചു കൊണ്ടാണ്. അങ്ങനെയാണ് പോസിറ്റീവായിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? അതിനോട് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം എന്താണോ, ബുദ്ധിമുട്ടിന്റെ കൂടെയാണ് എളുപ്പമുള്ളത്. ഒരു കയറ്റം എത്രത്തോളം പ്രയാസപ്പെട്ട് നമ്മൾ കയറുന്നുവോ ആ കയറ്റം കയറുന്നത് മറ്റൊരു ഇറക്കം ഇറങ്ങാൻ വേണ്ടിയാണ്. ഒരു വളവ് നമ്മൾ എത്ര പ്രയാസപ്പെട്ട് ഒരു എയർപിൻ വളവ് നമ്മൾ ഒടിക്കുന്നുവോ അത് ഒടിച്ചു കഴിഞ്ഞാൽ പിന്നീട് നേരെ പോകാൻ വേണ്ടിയാണ്. അങ്ങനെ തന്നെയാണ് ജീവിതത്തിന്റെ ഓരോ മേഖലയും നമ്മൾ പരീക്ഷിച്ചാൽ നമുക്ക് കാണാൻ പറ്റുക. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ, ഇന്ന മഅൽ ഉസ്രി യുസ്റാ. നിശ്ചയമായും ഒരു പ്രയാസത്തോടൊപ്പമാകുന്നു എളുപ്പമുള്ളത്. അപ്പൊ എളുപ്പം തരണമെങ്കിൽ ഒരു പ്രയാസം അതിന്റെ കൂടെ ഉണ്ടാകും. അൽ ഉസ്ർ, ഞെരുക്കം, എളുപ്പം, പ്രയാസം എന്ന് പറയാൻ അൽ ഉസ്ർ എന്നാണ് പറഞ്ഞത്. ഈ പദത്തെ അലിഫും ലാമും ചേർത്ത് പ്രത്യേകമാക്കിയതിൽ നിന്ന് ഞെരുക്കം എന്നത് ഒറ്റപ്പെട്ടതും, അതുപോലെ തന്നെ എന്നാൽ എളുപ്പം എന്ന് പറയുന്നത് അത് പിന്നെയും ആവർത്തിക്കപ്പെടുന്നതുമാണ് എന്ന് പണ്ഡിതന്മാർ ഇതിന്റെ വിശദീകരണത്തിൽ പറയുന്നുണ്ട്. മനസ്സിലായോ പറഞ്ഞത്? ഉസ്ർ എന്ന് പറഞ്ഞപ്പോ അൽ ഉസ്ർ എന്ന് പ്രത്യേകം പറഞ്ഞു. അതായത് ഞെരുക്കം ഒരു പ്രത്യേക വിഷയത്തിലുണ്ടാവൂ. ഒന്നുകിൽ ശരീരത്തിലുണ്ടാവും, അല്ലെങ്കിൽ സമ്പത്തിലുണ്ടാവും, അല്ലെങ്കിൽ മക്കളുടെ കാര്യത്തിലുണ്ടാവും, അല്ലെങ്കിൽ പ്രത്യേക ഒരു ഇൻസിഡന്റിലുണ്ടാവും. പക്ഷെ ആ പ്രയാസം നമ്മൾ സഹിച്ച് ക്ഷമിച്ചാൽ, അതിന് പരീക്ഷണത്തിൽ വിജയിച്ചാൽ അത് മുഖേന എളുപ്പം നമുക്ക് പല വഴിക്ക് വരുമെന്നാണ്. ഐശ്വര്യം പല വഴിക്ക് വരുമെന്നാണ്. എന്നാൽ ബുദ്ധിമുട്ട് ഒന്നേ ഉണ്ടാവുകയുള്ളൂ എന്നാണ്. ഈ രീതിയിലാണ് പണ്ഡിതന്മാർ അതിന് വിശദീകരണം കൊടുത്തത്. അതുകൊണ്ട് വിശ്വാസികൾ എന്ത് വേണം? ക്ഷമ കൈവിടാതെ ജീവിതത്തിൽ മുന്നോട്ട് പോകണം. കാരണം ഏറ്റവും വലിയ മുസീബത്തായ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നതാണ് ഈ പരീക്ഷണങ്ങളൊക്കെ. നമുക്ക് ഈ പരീക്ഷണം വരുമ്പോ അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നാണ് നമുക്ക് തോന്നുക. പക്ഷെ അതല്ലല്ലോ ഏറ്റവും വലിയ പ്രശ്നം. ഇത് നമ്മൾ കുറച്ച് ക്ഷമിച്ചാല് അതിന്റെ പേരിൽ നമുക്ക് നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടി നാളെ പരലോകത്ത് എല്ലാ കാലത്തും ജീവിക്കാവുന്ന സ്വർഗം കിട്ടുകയാണെങ്കിൽ അതല്ല ആവശ്യം. ആ നരകാതിൽ നിന്ന് രക്ഷപ്പെടുകയാണെങ്കിൽ അതല്ലേ നമുക്ക് ആവശ്യം. നമ്മൾ ദുനിയാവുമ മാത്രം നിന്ന് ചിന്തിക്കുമ്പോഴാണ് ഇവിടെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് വലിയ ബുദ്ധിമുട്ടായി തോന്നുന്നത്. യഖൂലുല്ലാഹു സുബ്ഹാനഹു, അള്ളാഹു പറയുകയാണ്, ഇബ്ന ആദം, ആദമിന്റെ സന്തതികളെ, ഇൻ സ്വബർത വഹ്തസിബ്ത ഇൻദ സുദ്മത്തിൽ ഊലാ, പ്രയാസം ബാധിക്കുമ്പോൾ പ്രഥമ ഘട്ടത്തിൽ തന്നെ നിങ്ങൾ ക്ഷമിക്കുകയാണ് എങ്കിൽ ലം അർളലക സവാബൻ ദൂനൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗമല്ലാതെ ഞാൻ യാതൊന്നും ഇഷ്ടപ്പെടുന്നില്ല, അതിന് പകരമായി സ്വർഗമല്ലാതെ വേറൊന്നും കിട്ടാല്ല. അവിടെ രണ്ട് കാര്യം പറഞ്ഞു. ഒന്ന്, പരീക്ഷണത്തിൽ ക്ഷമിക്കണം. രണ്ട്, പരീക്ഷണത്തിൽ ആദ്യഘട്ടത്തിലാണ് ക്ഷമിക്കേണ്ടത്. അല്ലാതെ ആദ്യഘട്ടത്തിൽ കുറെ ബേജാറായി അതിലും ഇതിലും പോയി പറയാൻ പാടില്ലാത്തൊക്കെ പറഞ്ഞ് അള്ളാനെ നിഷേധിച്ച് പിന്നെ കുറെ കഴിഞ്ഞിട്ടല്ല ക്ഷമിക്കേണ്ടത്. ആദ്യഘട്ടത്തിൽ പ്രയാസം വരുമ്പോൾ, ആദ്യഘട്ടത്തിൽ ദേഷ്യം വരുമ്പോൾ, ആദ്യഘട്ടത്തിൽ ക്ഷമിക്കാൻ സഹിക്കാൻ കഴിയുന്നവർക്ക് സ്വർഗമല്ലാതെ മറ്റൊന്നുമില്ല എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ, അള്ളാഹു നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, 3 കാഴ്ചപ്പാടാണ് ഞാൻ പറഞ്ഞത്. പരീക്ഷണം എന്ന് കേൾക്കുമ്പോൾ ആ പരീക്ഷണം എന്തെങ്കിലും അനുഗ്രഹം തടയപ്പെട്ടവർക്കാണ് പരീക്ഷണം എന്ന് വിചാരിക്കേണ്ട, എല്ലാവർക്കും ഉണ്ട്. രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പാപികൾ മാത്രമല്ല പരീക്ഷിക്കപ്പെടുക, ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കുന്ന ഈമാനുള്ള തഖ്വയുള്ള ആളുകൾക്ക് കൂടുതൽ പരീക്ഷണങ്ങൾ ഉണ്ടാകും. മൂന്നാമതായി നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പരീക്ഷണം എന്നത് നമ്മൾ ഇടങ്ങാറാക്കാനും പ്രയാസപ്പെടുത്താനുമല്ല,
അത് നമുക്ക് നമ്മളെ പരീക്ഷണത്തിനും അത് മുഖേന നമുക്ക് അള്ളാഹു നമുക്ക് വേണ്ടി ഉദ്ദേശിച്ച ദറജയിലേക്ക് നമ്മളെ എത്തിക്കാനും നമ്മുടെ പാപങ്ങളൊക്കെ പുറത്ത് നല്ലൊരു മനുഷ്യനാക്കി കൊണ്ടുപോയി നാളെ പരലോകത്ത് സ്വർഗം തരാനുമാണ് ഇവിടെ അള്ളാഹു പരീക്ഷണങ്ങൾ വെച്ചത്. അപ്പൊ അതിനോട് വളരെ പോസിറ്റീവായ ഒരു കാഴ്ചപ്പാടാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. ഹബ്ബാബ് റളിയല്ലാഹു അൻഹു, സുമയ്യ റളിയല്ലാഹു അൻഹ, യാസിർ കുടുംബം, ബിലാൽ റളിയല്ലാഹു അൻഹു, ഇങ്ങനെ തുടങ്ങി എത്രയെത്ര ആളുകൾ പ്രയാസത്തിന് മേൽ പ്രയാസം അനുഭവിച്ചിട്ടുണ്ട്. ചരിത്രത്തിൽ നിങ്ങൾ ആലോചിച്ചു. അവസാനം മക്കയിൽ നിൽക്കാൻ കഴിയാതെ പൊറുതി മുട്ടിയപ്പോ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അവർ ഹിജറ പോവുകയാണ്. പ്രയാസത്തിന് മേൽ പ്രയാസമാണ്. മദീനയിലേക്ക് ഹിജറ പോവുകയാണ്. പക്ഷെ ആ മദീനയിലെത്തി ഏതാനും കാലങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും അവിടെ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ഇസ്ലാമിക് ഗവൺമെന്റ് രൂപപ്പെടാൻ കാരണമാവുകയാണ്. ഇവിടുത്തെ പ്രയാസം അവിടെ എളുപ്പമായി മാറുകയാണ്. പിന്നീട് ബദർ ഉണ്ടാകുന്നു, ഉഹദ് ഉണ്ടാകുന്നു, ഖന്തഖ് ഉണ്ടാകുന്നു, അങ്ങനെ പലവിധ യുദ്ധങ്ങൾ ഉണ്ടാകുന്നു, ഹുദൈബിയ സന്ധി ഉണ്ടാകുന്നു. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് മക്ക ഫത്ഹ് ഉണ്ടാകുന്നത്. മക്ക ജയിച്ചടക്കുന്നത്. കാക്കക്കിരിക്കാൻ തണലില്ലാത്ത ഒരു പ്രദേശമായിരുന്നു സൗദി അറേബ്യ എന്ന് പറയുന്ന ഇപ്പോൾ മക്ക സ്ഥിതി ചെയ്യുന്ന ആ മക്ക പ്രദേശം അല്ലേ. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ഭാര്യയെയും മകനെയും അവിടെ കൊണ്ടുപോയി ആക്കി തിരിച്ചു പോരുമ്പോ ചോദിച്ച ചോദ്യം എന്താ? ഭാര്യ, ആരെ ഏൽപ്പിച്ചിട്ടാണ് ഇബ്രാഹിം താങ്കൾ തിരിച്ചു പോകുന്നത്? ആരുടെ കൽപ്പനയാണ് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നാക്കണമെന്നത്? അവിടെ തിരിഞ്ഞു നിന്നുകൊണ്ട് ഇബ്രാഹിം നബി പറഞ്ഞത് അള്ളാഹുവിന്റെ കൽപ്പനയാണ് എന്നാണ്. അള്ളാഹുവിന്റെ കൽപ്പനയാണ് എങ്കിൽ ഞങ്ങളിതാ ആ പരീക്ഷണം ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നീട് പറഞ്ഞതുപോലെ തന്നെ ഇബ്രാഹിമെ നീ വിളിച്ചോ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മനുഷ്യക്കൂട്ടങ്ങൾ അങ്ങോട്ട് ഒഴുകി വരുമെന്ന് പറഞ്ഞ ആ വാഗ്ദാനം ഇന്ന് ലോകത്തിന്റെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ സഹോദരങ്ങളെ? ആലോചിച്ചു നിങ്ങൾ. ഇതൊക്കെ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നമ്മൾ ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. ഫിർഔനിന്റെ കൊട്ടാരത്തിലാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ചത്. പിന്നീട് അദ്ദേഹത്തെ ആൺകുട്ടികളെ കൊന്നൊടുക്കുന്നതിന്റെ ഭാഗമായി തന്റെ അധികാരത്തിലേക്ക് വരാൻ സാധ്യതയുള്ളത് ആൺകുട്ടികളാണ് എന്ന് മനസ്സിലാക്കിയ ഫറോവ ചക്രവർത്തി അധികാര കൊതിമൂത്ത് കുട്ടികളെ തെരഞ്ഞെടുത്തു കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു. ആൺകുട്ടികൾ ഉണ്ടാകാൻ പാടില്ലെന്ന് തീരുമാനിച്ചു. ഓരോ വീടുകളിലേക്ക് ദൂതന്മാരെ പറഞ്ഞയച്ചു. പ്രസവിക്കപ്പെട്ടത് ആൺകുട്ടിയാണ് എങ്കിൽ അവനെ നിഷ്കരണം കൊല്ലാൻ തീരുമാനിച്ചു. അതിൽപ്പെട്ടതായിരുന്നു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും. പക്ഷേ മൂസാ നബിയെ നദിയിൽ ഒഴുക്കുകയാണ് ചെയ്തത്. ആ പെട്ടിയിൽ നിന്ന് മൂസാ നബി രക്ഷപ്പെടും. വീണ്ടും പറഞ്ഞയക്കുന്നത് ഫിർഔനിന്റെ കൊട്ടാരത്തിലേക്കാണ്. ഹാറൂൻ നബിയെയും മൂസാ നബിയെയും അള്ളാഹുവിന്റെ ദീനിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി ആ ജാലവിദ്യക്കാരുമായി ഏറ്റുമുട്ടുന്നു. അവസാനം ഹാമാനിന്റെ പട്ടാളത്തെ ഉപയോഗിച്ചുകൊണ്ട് മൂസാ നബിയെ അടിച്ചോടിക്കുന്നു. അവരോടുന്നു, ചെങ്കടലിന്റെ വക്കത്ത് പോയി നിൽക്കുന്നു. ഇനി എന്ത് ചെയ്യും? പിന്നിൽ പടയും മുന്നിൽ കടലും. എന്താണ് ചെയ്യുക? നമ്മൾ പിടിക്കപ്പെട്ടല്ലോ മൂസ എന്ന് കൂടെയുള്ളവർ വല്ലാതെ അസ്വസ്ഥപ്പെടുന്നൊരവസ്ഥ. പക്ഷേ അവിടെ വെച്ച് മൂസാ നബി പറഞ്ഞത് എന്താ? ഇന്ന മഅഇ റബ്ബി സയഹ്ദീൻ, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, അവൻ എന്തെങ്കിലും ഒരു മാർഗം കാണിച്ചു. ഉറച്ചു പറയണം. പിന്നെന്താ സംഭവിച്ചത്? മൂസാ നബിയും കൂട്ടരും രക്ഷപ്പെട്ടു. ഫറോവയും കൂട്ടരും അതിൽ മുങ്ങി മരിക്കുകയും ചെയ്തു. ഒരുപാട് ആ പ്രയാസങ്ങൾക്ക് ശേഷം പിന്നീടുണ്ടായ ചരിത്രമാണ് നമ്മൾ കാണുന്നത്. അഗ്നികുണ്ഡത്തിലേക്ക് എറിയപ്പെട്ട ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം രക്ഷപ്പെട്ടു വന്നത് നമുക്കറിയാം. സഹോദരങ്ങളെ, അള്ളാഹു നമ്മളെയും രക്ഷിക്കും എന്ന ബോധം നമുക്ക് വേണം. നമ്മൾ വ്യക്തിപരമായി അനുഭവിക്കുന്ന രോഗങ്ങളാകട്ടെ, പ്രയാസങ്ങളാകട്ടെ, ബുദ്ധിമുട്ടുകളാകട്ടെ, കുടുംബത്തിൽ ലഭിക്കുന്ന പ്രയാസങ്ങളാകട്ടെ, സാമൂഹ്യമായ വിഷയങ്ങളാകട്ടെ, നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളാകട്ടെ, ഇതിലെല്ലാം അള്ളാഹു ഓരോന്ന് കണ്ടുവച്ചിട്ടുണ്ട്. അതിനു മുമ്പ് നമ്മൾ ഓവറായി അസ്വസ്ഥപ്പെടേണ്ടതില്ല. വർഗീയതയുടെ മുമ്പ് സർവ്വവിധ ആഭയാടനങ്ങളും അണിഞ്ഞുകൊണ്ട് ഇവിടെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവകാശങ്ങളും അവരുടെ ആരാധനാ കേന്ദ്രങ്ങളും തകർക്കുകയും അതിനെ വെല്ലുവിളിക്കുകയും അവരില്ലെങ്കിലും ഇവിടെ ഭരിച്ചു പോകാമെന്ന രീതിയിലേക്ക് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുകയും വീണ്ടും അവർ അധികാരത്തിൽ വരികയും വീണ്ടും ഇതൊരു മതരാഷ്ട്രമാക്കി ബഹുസ്വര സമൂഹത്തെ മാറ്റുകയും ചെയ്യുന്നുവെന്ന ഒരു തോന്നൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് വ്യാപകമാണ്. ഇവിടെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത് ഇതൊക്കെ അള്ളാഹു കാണുന്നുണ്ട്, അള്ളാഹു അറിയുന്നുണ്ട്. സ്വേച്ഛാധിപതികളായി ആരൊക്കെ കടന്നുപോയിട്ടുണ്ടോ അവരുടെയൊക്കെ അന്ത്യം ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നതാണ്. അതിന്റെ ആവർത്തനം മാത്രമേ ഇവിടെയും ഉണ്ടാവുകയുള്ളൂ. ഫലസ്തീനിൽ ആ മക്കൾ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നും നമ്മളിവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പോലും പിഞ്ചോമന പൈതങ്ങൾ ഷഹീദുകളായി കൊണ്ടേയിരിക്കുകയാണ്.
നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു, അവർക്കൊരു മോചനമില്ലേ? അവർക്കൊരു സംരക്ഷണമില്ലേ? ഖുദ്സിന് മോചനമില്ലേ? ഖുദ്സിന് മോചനമുണ്ട്. ആ നാടിന് സംരക്ഷണമുണ്ട്. അതിന്റെ ഒക്കെ സമയം അല്ലാഹു കാത്തുവെച്ചിട്ടുണ്ടാകും. അപ്പോ വ്യക്തിയിൽ നിന്ന് തുടങ്ങി രാജ്യത്തിലേക്ക് പടർന്ന് ലോകത്തിലേക്ക് പോകുന്ന ഏതൊരു വിഷയമാകട്ടെ, അവിടെയൊക്കെ ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ടത് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, ബാക്കി അല്ലാഹുവിൽ തവക്കുലാക്കുക. അരക്ഷിതാവസ്ഥയിൽ ഒരിക്കലും ഒരു വിശ്വാസി ഒരു രാവ് പോലും ഒരു പകല് പോലും ജീവിക്കാൻ പാടില്ല. എത്ര പ്രയാസം അനുഭവപ്പെട്ടാലും ഇതിന്റെ പിന്നിൽ ഞങ്ങൾക്കൊരു ഖൈർ അല്ലാഹു ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് പൂർണ്ണമായി വിശ്വസിക്കാൻ, അതിൽ തവക്കുലാകാൻ നമുക്ക് കഴിയണം. അതല്ലാതെ മറ്റു ചർച്ചകളിലേക്ക് പോയിക്കൊണ്ട് മാനസികമായി അരക്ഷിതാവസ്ഥയിലേക്ക് പോയി, ഡിപ്രഷനിലേക്ക് പോയി, ആത്മഹത്യയിലേക്ക് പോയി, കൂട്ടക്കുരുതിയിലേക്ക് പോയി, അങ്ങനെയുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് ഒരിക്കലും മുസ്ലിമീങ്ങൾ പോകാൻ പാടില്ല. അപ്പൊ ഈ കാര്യം കൃത്യമായി മനസ്സിലാക്കുക. ജീവിതത്തിൽ എന്ത് പരീക്ഷണം വന്നാലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള തൗഫീക്ക് അല്ലാഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുന്നു. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസം അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ ഈ വർത്തമാനകാലത്ത് ഏറ്റവും വലിയ പരീക്ഷണം എന്ന് പറയുന്നത് ഈ ഏകദൈവ വിശ്വാസം അഥവാ തൗഹീദ്, അത് സ്വീകരിച്ചതിന്റെ പേരിൽ നാം നേരിടേണ്ടി വരുന്ന പരീക്ഷണങ്ങളാണ് ഏറ്റവും വലിയ പരീക്ഷണം. കാരണം മുസ്ലിം സമുദായത്തിൽ നിന്ന് തന്നെ ഒരു വിഭാഗം അനിസ്ലാമികമായ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ഒക്കെ അതും ഇസ്ലാമാണ്, അത് മുസ്ലിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് എന്ന് പറഞ്ഞ് അതിന് ന്യായീകരണങ്ങൾ ചമച്ചു കൊടുക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് നമ്മുടെ നാട്ടിലുള്ളത്. അവിടെ സംഭവിക്കുന്നത് എന്താ? യഥാർത്ഥ വിശ്വാസത്തിലും സംസ്കാരത്തിലും ആചാരത്തിലും ഒരാൾ ഉറച്ചു നിന്നാൽ അവനാവും കുഴപ്പക്കാരൻ. കാരണം ആൾക്കാർ ചോദിക്കെന്താ, അയാൾ മുസ്ലിം അല്ലേ, നിങ്ങൾ അയൽവാസി മുസ്ലിം അല്ലേ, നിങ്ങളെ കൂടെയുള്ള ആൾ മുസ്ലിം അല്ലേ, അയാളത് ചെയ്യുന്നുണ്ടല്ലോ, അയാളത് വാങ്ങുന്നുണ്ടല്ലോ, അയാൾ അങ്ങോട്ട് പോകുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് മാത്രം എന്താ അത് പറ്റാത്തത്? അപ്പൊ എന്തായി സംഭവം? മുസ്ലിങ്ങൾക്കൊക്കെ അത് പറ്റും, ഇവർ കുറച്ച് ആൾക്കാരാണ് പ്രശ്നക്കാര്, ഇവർക്ക് എന്തോ ഒരു തീവ്ര സ്വഭാവമുള്ള ആൾക്കാരാണ്, ഇവരെ അനുഷ്ഠാന തീവ്രതയുള്ള ആൾക്കാരാണ്, ഇവർ വിശ്വാസത്തിൽ കുറച്ച് അമിതമായി ചിന്തിക്കുന്ന ആൾക്കാരാണ് എന്ന ഒരു നരേറ്റീവ് ഈ മുസ്ലിമീങ്ങൾക്കിടയിൽ തന്നെ സൃഷ്ടിക്കുമ്പോൾ യഥാർത്ഥ വിശ്വാസികൾ വല്ലാതെ പ്രയാസപ്പെടും. അവരൊരുപാട് കുത്തുവാക്കുകൾ ഏൽക്കേണ്ടി വരും. നമുക്കറിയാം, അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പൊ ഞാൻ എന്റെ മതത്തിൽ ഉറച്ചു വിശ്വസിക്കും, അള്ളാഹുവിൽ മാത്രമേ വിശ്വസിക്കുള്ളൂ, അവനെ മാത്രമേ ഞാൻ ഇബാദത്തെടുക്കുള്ളൂ. ഒരിക്കലും തന്നെ പ്രവാചകന്മാര് ഒരാളെയും പ്രാർത്ഥിക്കാൻ പാടില്ല, അള്ളാഹു ആരെയും ജനിപ്പിച്ചിട്ടില്ല, അള്ളാഹുവിന് സന്താനങ്ങളില്ല. ഈ ഇതൊക്കെ ഇസ്ലാമിന്റെ അടിസ്ഥാന ആശയം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ആർക്കാണ് ആ സൂറത്ത് അറിയാത്തത്? അള്ളാഹു ഒന്നിനെയും ജനിപ്പിച്ചിട്ടില്ല, ആർക്കും ആ നിലക്ക് ജന്മം കൊടുത്തില്ല, അള്ളാഹു സൃഷ്ടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അവന് തുല്യരായി ആരുമില്ലെന്ന്. എന്നാൽ അള്ളാഹുവിന് കുട്ടിയുണ്ട് എന്നും പുത്രനുണ്ട് എന്നും അത് പരിശുദ്ധാത്മാവാണ് എന്നും അത് തൃത്വമാണ് എന്നും ഒക്കെ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അവർ അങ്ങനെ വിശ്വസിക്കാതെ അവരെ വിശ്വാസമാണ്. പക്ഷെ ആ വിശ്വാസത്തിനോടൊപ്പം ചേർന്ന് നിൽക്കണം, ആ വിശ്വാസത്തിനോടൊപ്പം മുസ്ലിമീങ്ങളും ചേർന്ന് നിൽക്കണം. എങ്കിലേ അവൻ ഒരു ഇവിടെയുള്ള നല്ല ഒരു മതസൗഹാർദ്ദമുള്ള ആളാവുകയുള്ളൂ. അതിന്റെ പേരാണ് മതസൗഹാർദ്ദം എന്നൊക്കെ ഒരു പ്രത്യേക നരേറ്റീവ്, ഒരു പ്രത്യേക ആഖ്യാനം ഈയിടെയായി വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അന്നേ ദിവസം അതിനൊന്നും കൂടിക്കൊടുത്തിട്ടില്ലെങ്കിൽ അവൻ മോശക്കാരനായി ചിത്രീകരിക്കപ്പെടും. അല്ലെ? അത് മതസൗഹാർദ്ദത്തിന് എന്താണ് ഈ മതസൗഹാർദ്ദം? എത്ര വലിയ ആളുകൾ പറഞ്ഞാലും മതസൗഹാർദ്ദം എന്ന് പറയുന്നത് മതത്തിലും ഇന്ത്യയുടെ ഭരണഘടനയിലും കൃത്യമായി നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു സെക്യുലർ രാജ്യമാണ്. യൂറോപ്യൻ സെക്യുലറിസം അല്ല ഇന്ത്യയിലുള്ളത്, മറിച്ച് മതനിരപേക്ഷതയാണ് ഇന്ത്യയുടെ സ്വത്വം എന്ന് പറയുന്നത്. അഥവാ ഓരോരുത്തർക്കും അവരവരുടെ മതം വിശ്വസിക്കാം, ആചരിക്കാം, അതനുസരിച്ച് മുന്നോട്ട് പോകാം, അത് പ്രചരിപ്പിക്കാം. എന്നാൽ മറ്റൊരാളെ ഒരിക്കലും ഉപദ്രവിക്കാൻ പാടില്ല, ആക്ഷേപിക്കാൻ പാടില്ല. സ്റ്റേറ്റിനൊരു മതം ഉണ്ടാകാൻ പാടില്ല. ഇതാണ് ഇന്ത്യയിലെ തത്വം എന്ന് പറയുന്നത്. വിശ്വാസം കാത്തു ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളെ മതം, എനിക്ക് എന്റെ മതം. ഇത് മനസ്സിലാക്കിക്കൊണ്ട് വിശ്വാസ കാര്യത്തിൽ പങ്കുവെക്കാതെ മാനുഷികമായ കാര്യങ്ങളിൽ പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകുന്നതിന്റെ പേരാണ് മതസൗഹാർദ്ദം അല്ലെങ്കിൽ മനുഷ്യ സൗഹാർദ്ദം എന്നൊക്കെ പറയുന്നത്. ആ സൗഹാർദ്ദമാണ് ഇവിടെ നിലനിൽക്കേണ്ടത്. അതല്ലാതെ എല്ലാവരുടെ വിശ്വാസത്തിനും
നമ്മൾ കൂടെ നിന്നുകൊടുത്താൽ മാത്രമേ, അതെല്ലാം അനുഷ്ഠിക്കുകയും ആഘോഷിക്കുകയും ചെയ്താൽ മാത്രമേ ഇനി ഇവിടെ മുസ്ലിമായി ജീവിക്കാൻ കഴിയുള്ളൂ. അത് പാടില്ല എന്ന് പറഞ്ഞാൽ അവൻ തീവ്രവാദിയാണ്, അവൻ സൗഹാർദ്ദമില്ലാത്തവനാണ്, അവൻ കുഴപ്പക്കാരനാണ് എന്ന് സമുദായത്തിൽപ്പെട്ട ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് അത് ഇരുന്നതല്ല, മനുഷ്യന്മാർ ഇരുത്തിയതാണ്, വോട്ട് ചെയ്തിരുത്തിയതാണ്. അത്തരം ആളുകൾ വരെ അത് വിളിച്ചു പറഞ്ഞ് അതെന്തോ ഒരു വലിയ ആശയം പറയുന്നത് പോലെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. ഇങ്ങനെ അനവധി സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. വിവാഹത്തിന്റെ ആഭാസകരമായ രീതിയിൽ വിവാഹം നടത്തുന്ന എത്ര മുസ്ലിം വീടുകളുണ്ട്. അപ്പൊ അതൊന്നും ഇല്ലാതെ ഒരാൾ വിവാഹം നടത്തിയാൽ അവന്റെ വീട്ടിലുണ്ടല്ലോ, അവന്റെ കല്യാണത്തിന് അങ്ങനെ ഉണ്ടായിരുന്നല്ലോ, എന്താ നിങ്ങൾക്ക് അങ്ങനെ ചെയ്താൽ? ഈ ചോദ്യമാണ് യഥാർത്ഥ വിശ്വാസികൾ അഭിമുഖീകരിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ സ്വത്ത് കൊണ്ടും ശരീരത്തിന്റെ കാര്യത്തിലും പരീക്ഷിക്കപ്പെടും. നിങ്ങൾ കേൾക്കേണ്ടി വരികയും ചെയ്യും. മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും, മുൻപ് വേദഗ്രന്ഥങ്ങൾ നൽകപ്പെട്ട മുൻവേദങ്ങൾ നൽകപ്പെട്ട ആ ആളുകളിൽ നിന്ന് നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും. വമിനല്ലദീന അശ്റകൂ, അതുപോലെ തന്നെ ശിർക്ക് ചെയ്യുന്ന മുശ്രിക്കീങ്ങളായ ആളുകളിൽ നിന്നും നിങ്ങൾക്ക് കേൾക്കേണ്ടി വരുമെന്ന്. അദൻ കസീറാ, ധാരാളം സ്വൈരക്കേട് കേൾക്കേണ്ടി വരും, ധാരാളം പ്രയാസങ്ങള്, മനപ്രയാസമുണ്ടാക്കുന്ന വാക്കുകള്, പരിഹാസങ്ങള്, കുത്തുവാക്കുകള്, ഇതൊക്കെ നിങ്ങൾ ഇതിന്റെ പേരിൽ കേൾക്കേണ്ടി വരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ആ കാര്യത്തിൽ നിങ്ങൾ ക്ഷമയവലംബിക്കുക, അതല്ലാതെ എല്ലാത്തിനും കൂടിക്കൊടുക്കുകയല്ല. നിങ്ങൾ സൂക്ഷ്മത പാലിക്കുകയും ചെയ്യുക. ഇത് ദൃഢമായ കാര്യങ്ങളിൽ പെട്ടെന്നാകുന്നു എന്നാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പരീക്ഷണം നമ്മുടെ വിശ്വാസത്തിലെ പരീക്ഷണമാണ്, ഈമാന്റെ പരീക്ഷണമാണ്. നമ്മൾ ഏകദൈവ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നവരാരാണ് എന്ന പരീക്ഷണമാണ്. അതുകൊണ്ട് സൗഹാർദ്ദം വളരെ അത്യാവശ്യമാണ്. ഒരു ബഹുമത സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ അയൽവാസി ആരാകട്ടെ, അവന്റെ മതവും ജാതിയും ഒന്നും പരിഗണിക്കേണ്ടതില്ല. അവൻ പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ അവന് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കൽ മുസ്ലിമിന്റെ ബാധ്യതയാണ്. അവന് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ അവനെ സഹായിക്കൽ ബാധ്യതയാണ്. അവൻ എന്തെങ്കിലും ശാരീരിക പ്രയാസമുണ്ട് എങ്കിൽ അവനത് നിവർത്തിച്ചു കൊടുക്കൽ, അവൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകൽ നമ്മുടെ ബാധ്യതയാണ്. അതൊക്കെ നമ്മൾ ചെയ്യണം. പക്ഷെ ഏകദൈവ വിശ്വാസത്തിന് വിരുദ്ധമായ ഒരു വിശ്വാസത്തിൽ കൂടി തോളിൽ കൈയിട്ടാൽ മാത്രമേ നീ സൗഹാർദ്ദമുള്ളവനാവുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളുടെ വിശ്വാസത്തിന് പറ്റില്ല. ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, നിങ്ങൾക്ക് ഞങ്ങളുടെ മതം, എനിക്ക് എന്റെ മതം എന്ന് പറഞ്ഞ് മതവിഷയത്തിൽ വിട്ടു നിൽക്കണം. എന്നാൽ പൊതുകാര്യത്തിൽ മുന്നോട്ട് പോകാം. മദീനയിൽ കണ്ടതാണ്. എന്താ അള്ളാഹുവിന്റെ റസൂൽ ചെയ്ത്? ജൂതന്മാരോട്, സാക്ഷാൽ ജൂതന്മാരോട് കരാറുണ്ടാക്കി. എന്താ കരാറ്? നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എന്റെ മതം, നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം, എനിക്ക് എന്റെ വിശ്വാസം. എന്നാൽ ഈ മദീനയെ പുറത്തുനിന്ന് ആരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ നമ്മൾ രണ്ടു കൂട്ടരും ഒറ്റക്കെട്ടായിരിക്കും. കാരണം ഇത് നമ്മുടെ രാജ്യമാണ്, ഇത് നമ്മുടെ നാടാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മതമനുസരിച്ച് ജീവിക്കാനും ഞങ്ങൾക്ക് ഞങ്ങളുടെ മതമനുസരിച്ച് ജീവിക്കണമെങ്കിലും ഈ നാട് ഇവിടെ നിലനിൽക്കണം. അതുപോലെ ഈ രാജ്യം ഇവിടെ നിലനിൽക്കുന്ന വിഷയത്തിൽ ഇവിടെയുള്ള എല്ലാ മതവിഭാഗങ്ങളോടും ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു പോരാട്ടവും ആ നിലക്കുള്ള സഹകരണവും വളരെ അത്യാവശ്യമാണ്. അത് മദീന നമുക്കതിന് പ്രധാനപ്പെട്ട ഒരു തെളിവാണ്, ഉദാഹരണം. എന്നാൽ അതേ അള്ളാഹുവിന്റെ റസൂൽ തന്നെ ഒരിക്കലും തെറ്റായ ആചാരങ്ങളിലോ അതുപോലെ വിശ്വാസങ്ങളിലോ ഒരിക്കലും പങ്കുകൊണ്ടിട്ടില്ല. ഈ വിഷയത്തിൽ എന്താണ് മതസൗഹാർദ്ദമെന്നും എന്താണ് ശരിയായ സൗഹാർദ്ദം എന്നുള്ളതൊക്കെ വ്യക്തമായി മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടുന്ന ഒരു ഘട്ടമാണ് മുസ്ലിമീങ്ങൾക്കുള്ളത്. അങ്ങനെ കാര്യങ്ങളെ വ്യക്തമായി മനസ്സിലാക്കി ശരിയായ നിലപാട് സ്വീകരിക്കുന്ന യഥാർത്ഥ മുത്തഖികളിൽ, മുഅ്മിനീകളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നാളെ പരലോകത്ത് ഉന്നതമായ സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അത് ക്ഷമയോടുകൂടി സഹനത്തോടുകൂടി അതിനെ നേരിടാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് ഫലസ്തീനിൽ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അള്ളാഹു എത്രയും പെട്ടെന്ന് എല്ലാവരും നിർഭയത്വവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെ പ്രയാസപ്പെടുത്തുന്ന ആളുകളെ അള്ളാഹു നശിപ്പിക്കുമാറാകട്ടെ. നമ്മൾ നാളെ പരലോകത്ത് സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ആളുകൾ എത്തിരിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് പോകുന്ന യഥാർത്ഥ മുത്തഖികളിൽ, മുഅ്മിനീകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.